കഴിഞ്ഞ കുറെ ദിവസങ്ങളായി 16ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ ഞങ്ങൾ സഭാ ബഹിഷ്കരണ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. അവസാന ദിവസമായ ഇന്നും ആ നടപടി തുടരേണ്ടി വന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഈ ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടും ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കും വിശ്വാസികൾക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടും അതിന്റെ മന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ധാരാളമുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ മന്ത്രി ഈ കാര്യത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണൻ എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് ഇതുവരെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. പിന്നെ ജനകീയ പ്രശ്നങ്ങളൊന്നും ഈ സഭയിൽ ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയിൽ ഉന്നയിച്ചതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ശ്രീ വിഷ്ണുനാഥ് രാസലഹരിയുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അന്ന് ഒരുപാട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും രാസലഹരിയുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു. അതുപോലെ ഓരോ പ്രശ്നത്തിലും ഗവൺമെന്റ് പൂർണ്ണമായും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം നമ്പർ വൺ എന്ന് പറയുന്നതല്ലാതെ ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കോടതിയുടെ കാര്യത്തെക്കുറിച്ച് ശ്രീ രാജീവ് പറയുകയുണ്ടായി. ഞങ്ങൾക്ക് കോടതിയെ മാനിച്ചുള്ള പാരമ്പര്യം മാത്രമേ ഉള്ളൂ. കോടതിയെ തള്ളിപ്പറയുകയോ നാടുകടത്ത പ്രതീകാത്മകമായി കോടതി വിധിയുടെ പേരിൽ നാട് കടത്തുകയോ ചെയ്യുന്ന, അതല്ലെങ്കിൽ കോടതിയെ വളരെ മോശമായി തള്ളിപ്പറയുന്ന നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കോടതി ശുംഭൻ കോടതിയെ ജഡ്ജിമാരെ കുറിച്ച് ശുംഭൻ എന്ന് വിളിച്ച് ഞങ്ങളല്ലല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കോടതിയെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ളത് ഇടതുപക്ഷത്തിനാണ്. പിന്നെ നിയമസഭാ നടപടികൾ ഞങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബഡ്ജറ്റ് ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞു ബഡ്ജറ്റിൽ ഞങ്ങൾ സഹകരിച്ചില്ല. പക്ഷേ 13/5/2015 എന്നുള്ളൊരു തീയതി കേരളത്തിന് മറക്കാൻ പറ്റുന്നതല്ല. ജനാധിപത്യ കേരളം ലോകത്തിന്റെ മുമ്പിൽ ലജ്ജാഭാരം കൊണ്ട് തലകുനിച്ച ദിവസമാണ്. ശ്രീ KM മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് 13/5/2015. ഞാനിപ്പോ ചോദിക്കുകയാണ്, ഇപ്പൊ KM മാണി സാറിന്റെ പാർട്ടി പിന്തുടർച്ചക്കാർ അവരോടൊപ്പമാണല്ലോ. 13/5/2015 KM മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ല എന്നാണ് ഇവർ ഇതുവരെ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും അവർ സമ്മതിക്കുമോ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന്? ഇപ്പോഴെങ്കിലും അവരത് സമ്മതിക്കുമോ? 13/5/2015 KM മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന്? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിയമസഭ സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞ ചരിത്രം, സ്പീക്കറുടെ ചേംബർ അവിടെ പോഡിയത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകർത്ത ചരിത്രം, നിയമസഭയുടെ മേശയിലൂടെ അടിവസ്ത്രം കാണിച്ച് നടന്ന ചരിത്രം, ഇതെല്ലാം അവർക്കാണുള്ളത്. ഞങ്ങളെല്ലാം ജനാധിപത്യപരമായ രീതിയിൽ നിയമസഭയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം നിയമസഭയിൽ ഇന്നും ആവർത്തിച്ചു. ഇനി ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ്. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ല, 3 പതിറ്റാണ്ട് നിയമസഭയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനമാണ്. അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് തീരുമാനിച്ചു. അതല്ലാതെ വേറെന്താ അതിനകത്തുള്ളത്? ഞാൻ പരസ്യമായി പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇല്ലാതെ ഇവർക്ക് അതുപോലുള്ള അവസരം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ഇവർക്കാർക്കും അങ്ങനെ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ പോലും ചാർജ് ആർക്കും കൊടുത്തിട്ടില്ല. അത് ഓർക്കണം.